കുറച്ച് സംഖ്യകളുടെ ഗുണനഫലം 1155. ആ സംഖ്യകളുടെ തുക 27. സംഖ്യകൾ ഏവ? ഇത് 22/11/22 നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്ക് 1155 അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതാം. 1155 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 1155 അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക, പ്രൈം നമ്പേഴ്സ് കൊണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 10, ശിഷ്ടം 1, 15 3 5 15, 5 1 5 231 കിട്ടി. ഇനി നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 23 7 3 21, ശിഷ്ടം 2 21 7 3 21 77 കിട്ടി. ഇതിനെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. 11 7 77. ഇനി നമുക്ക് 11 കൊണ്ട് ഹരിക്കാം. 1 11 11. അപ്പോൾ നമ്മളങ്ങനെ 1 എത്തണം വരെ ഹരിച്ചു. അപ്പോൾ നമുക്ക് 5 3 7 11 1 കിട്ടി. ഈ സംഖ്യകളുടെ ഗുണനഫലം 1155 ആയിരിക്കും അല്ലേ? 5 × 3 × 7 × 11 × 1 ഗുണിച്ചാൽ 1155 കിട്ടും. അപ്പോൾ ചോദ്യം സംഖ്യകൾ ഏവാന്നാണ്. സംഖ്യകൾ നമുക്ക് കിട്ടി, പക്ഷേ അത് ശരിയല്ലേ നോക്കണമെങ്കിൽ ഇപ്പം നമുക്ക് ഗുണനഫലം മാത്രമേ നോക്കിയിട്ടുള്ളൂ. തുക ശരിയാണോ നോക്കുക. സംഖ്യകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് 27. അപ്പോൾ ഈ സംഖ്യകൾ കൂട്ടി നോക്കുക. ഏതൊക്കെ? 5 3 7 11 1 കൂട്ടി നോക്കാം. 5 + 3 + 7 + 11 + 1. 5 3 കൂട്ടിയ 8, 8 7 കൂട്ടിയ 15, 15 10 25 26 27. തുക നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ തുക കിട്ടുന്നുണ്ട് 27 ആണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടിയ സംഖ്യകൾ ശരിയാണ്. ഏതൊക്കെയാണ് സംഖ്യകൾ? 5 3 7 11 1. √2, √8, √18, √32 എറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ അടുത്ത പദം കാണുക. നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ടേമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ √2 നമുക്ക് അതുപോലെ എഴുതാം. √2 താഴേക്ക് എടുത്ത് എഴുതി. √8, 8നെ നമുക്ക് 4 × 2 എന്ന് പിരിച്ചെഴുതാം. 8നെ 4 × 2, അപ്പോൾ √4 × 2 എന്ന് എഴുതി. അതുപോലെ √18നെ 9 × 2 എന്ന് എഴുതാം. 18നെ 9 × 2. അതുപോലെ √32നെ 16 × 2 എന്ന് എഴുതി. 16 × 2 32 ആണ്. നമുക്ക് ഈ √2 താഴേക്ക് അതുപോലെ എഴുതി. ഇവിടെ റൂട്ട് ചിഹ്നത്തിനകത്ത് 2 സംഖ്യകളുണ്ട്, 4ഉം 2ഉം. പക്ഷേ ഈ 4ന് റൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റൂട്ട് കാണാം. 4ൻ്റെ റൂട്ട് 2 ആണ്. അപ്പോൾ 2 എന്ന് അത് റൂട്ട് കണ്ടതുകൊണ്ട് റൂട്ട് ചിഹ്നത്തിന് പുറത്ത് എഴുതി. പിന്നെ 2ന് റൂട്ടില്ല, അത് റൂട്ട് ചിഹ്നത്തിനകത്ത് എഴുതി. 2 റൂട്ടുണ്ട്. അതുപോലെ ഇവിടെ 9 2, 9ന് റൂട്ടുണ്ട്. അപ്പോൾ റൂട്ട് കണ്ട് 3 എന്ന് പുറത്തെഴുതി, റൂട്ട് ചിഹ്നത്തിന് പുറത്തെഴുതി. ബാക്കി √2 അതുപോലെ എഴുതി. അതുപോലെ 16 × 2 16ന് റൂട്ടുണ്ട്. അത് നമ്മൾ കണ്ട് റൂട്ട് ചിഹ്നത്തിന് പുറത്തെഴുതി. 4 ബാക്കി √2 അതുപോലെ എഴുതി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 √2, 2 √2, 3 √2, 4 √2. അപ്പോൾ അടുത്ത പദം എന്തായിരിക്കും? അടുത്ത പദം 5 √2 എന്നാണ്. അപ്പോൾ അടുത്ത പദം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ √2, √8, √18, √32 എല്ലാം റൂട്ട് ചിഹ്നത്തിനകത്ത് ഒരു സംഖ്യ മാത്രമായിട്ട് എഴുതിയിരിക്കുകയാണ്. റൂട്ട് ചിഹ്നത്തിനകത്ത് ഒരു സംഖ്യ. ഇവിടെ ആണെങ്കിലോ റൂട്ട് ചിഹ്നത്തിൻ്റെ പുറത്തൊരു സംഖ്യ, അകത്തൊരു സംഖ്യ, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ വരുന്ന പോലെ ആക്കി മാറ്റാം. കാരണം ഈ ഉത്തരം നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഡിഗ്രി പ്രിലിംസ് 29/4/23 വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഈ പുറത്തെ സംഖ്യ മാറ്റി റൂട്ട് ചിഹ്നത്തിനകത്ത് മാത്രമാക്കി മാറ്റണം. പുറത്തെ സംഖ്യ പാടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പുറത്തെ സംഖ്യയുടെ സ്ക്വയർ ഇട്ടിട്ട് റൂട്ടിനകത്താക്കുക. പുറത്തുള്ള സംഖ്യ ഉണ്ടല്ലോ 5, അതിന് സ്ക്വയർ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ എഴുതുക. അപ്പോൾ √ഓഫ് എഴുതിയിട്ട് 5ൻ്റെ സ്ക്വയർ 25 × 2 അതുപോലെ എഴുതി. കാരണം ഇപ്പോൾ ഇത് നമുക്കിത് എന്ത് ചെയ്യാം? 25 റൂട്ട് 5 ആണ്. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതിയത് കിട്ടുന്നുണ്ട്. 25ൻ്റെ റൂട്ട് 5 ആണ്. അപ്പോൾ 5 √2 എഴുതാം. അതുകൊണ്ട് നമുക്ക് ഈ കണക്കിന് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് എഴുതി. 5 സ്ക്വയർ 25 ആണ്, × 2. അപ്പോൾ √ഓഫ് 25 × 2 50. ഉത്തരം √50. 9 ഘാതം x - 3 സമം 27 ഘാതം 4 - x ആയാൽ എക്സിൻ്റെ വില കാണുക. ഇത് 22/11/22 നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്ക് ഈ 9ന് പകരം 3² എന്ന് എഴുതാം. 9ന് പകരം 3², അതിൻ്റെ കൃതി x - 3 സമം. അതുപോലെ 27നെ 3³ എന്ന് എഴുതാം. 27നെ 3³ എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൃതി 4 - x. ഇനി ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് കൃത്യംഗ നിയമം, ഈ കൃത്യംഗ നിയമപ്രകാരമാണ്. അതായത് a ഘാതം m ഹോൾ ഘാതം n, 3 ഘാതം 2 ഹോൾ ഘാതം x - 3. ഇത് ഈ കൃത്യംഗ നിയമം പോലെയാണ്. ഈ കൃത്യംഗ നിയമത്തിൻ്റെ വലതുവശം എന്താ? a ഘാതം m × n. അതായത് ഇങ്ങനെ വരുമ്പോൾ 2 കൃതികൾ വരുമ്പോൾ ആ 2 കൃതികൾ കൂടി കുളിച്ചെഴുതിയാൽ മതി. അതുപോലെ ഇവിടെ ആദ്യം നമ്മൾ പാദസംഖ്യ ഇവിടെ a എന്ന് എഴുതിയ പോലെ ഇവിടെ 3 ആദ്യം എഴുതി. എന്നിട്ട് 2 കൃതിയും കൂടി ഗുണിക്കുക. എന്തൊക്കെയാണ്? 2ഉം x - 3. അപ്പോൾ 2 × x - 3 സമം. അതുപോലെ എവിടെയും ചെയ്യണം. പാദസംഖ്യ 3 എഴുതി,
കൃതികൾ രണ്ടും കൂടി ഗുണിക്കുക 3 × 4 - x. അപ്പോൾ ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ ഇടതുവശത്ത് പാദസംഖ്യ 3, വലതുവശത്തും പാദസംഖ്യ 3. ഈ അടിയിൽ എഴുതിയ സംഖ്യയാണ് പാദസംഖ്യ പറയുക. അപ്പോൾ പാദസംഖ്യകൾ തുല്യമാണ്. പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികളും തുല്യമായിരിക്കും. കൃതി പറഞ്ഞാൽ മുകളിൽ എഴുതിയത്. അപ്പോൾ പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികൾ തുല്യമാണ്. ഇവിടുത്തെ കൃതി എന്താണ്? 2 × x - 3 സമം ഇവിടുത്തെ കൃതി എന്താ? 3 × 4 - x. ഇനി ബ്രാക്കറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് 2 ഗുണിക്കണം. 2 × x 2x, 2 × -3 -6 സമം 3 × 4 12, 3 × -x -3x. ഇനി എക്സ് ഒരു ഭാഗത്തും സംഖ്യകളും മറുഭാഗത്തും. ഇവിടുത്തെ 2x എഴുതി, -3x ഇങ്ങോട്ട് എഴുതി, അപ്പോൾ +3x സമം ഇവിടുത്തെ 12 എഴുതി, -6 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, +6. 2x 3x കൂട്ടിയ 5x സമം 12 6 കൂട്ടിയ 18. 5x സമം 18 ആണെങ്കിൽ എക്സ് എങ്ങനെ കാണുക? 18/5. അപ്പോൾ എക്സിൻ്റെ വില 18/5. നമുക്ക് വേണമെങ്കിൽ നമുക്കിതിനെ ദശാംശാക്കാം. ഇത് പിന്നെ സംഖ്യയല്ലേ, ദശാംശാക്കാം. എന്ത് ചെയ്യുക? 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. 18/5 × 2/2. അപ്പോൾ അംശങ്ങൾ ഗുണിക്കുമ്പോൾ 18 2 36 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ I2 10. അപ്പോൾ 10 കൊണ്ടുള്ള ഹരണം എളുപ്പമാണല്ലോ അല്ലേ? 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക. ഉത്തരം 3.6. അപ്പോൾ ഈ 10 ആക്കാനാണ് നമ്മളിവിടെ ഛേദം 10 ആക്കാനാണ് എന്ത് ചെയ്തത്? 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിച്ച്. ഉത്തരം 3.6. ലഘൂകരിക്കുക. 36 + 9 × 2/3 - 5². ഇത് 24/1/26 നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇവിടെ നമുക്ക് ബോർഡ് മാസ് ഉപയോഗിക്കണം ഈ കണക്ക് ചെയ്യാൻ. ബോർഡ് മാസ് പ്രകാരം ആദ്യം ബി എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ഈ കണക്കിലില്ല. അത് കഴിഞ്ഞാൽ ഒ ഓഫ് ഇതിലില്ല. അത് കഴിഞ്ഞാൽ ഡി ഡിവിഷൻ ഹരണം ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് ഗുണിക്കൽ കൂട്ടൽ കുറയ്ക്കലുള്ളത്. നമ്മൾ അതിലാദ്യം ഗുണനം ചെയ്യണം. ബോർഡ് മാസിൽ മൾട്ടിപ്ലിക്കേഷൻ, അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 36 അതുപോലെ ഇട്ടു, പ്ലസ് ഈ ഗുണനം ചെയ്യുക. എന്താണ്? 9 × 2/3. 9 × 2/3 ചെയ്യുമ്പോൾ നമുക്ക് ഈ 9ഉം 3ഉം ഹരിക്കുമ്പോൾ 3 എന്ന് വരും. 9 3 വെട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് 3 എന്ന് വരും. ആ 3ഉം 2ഉം ഗുണിക്കുമ്പോൾ ഇവിടെ 6 എന്ന് കിട്ടി. മൈനസ് അതുപോലെ 5² എന്ന് പറഞ്ഞാൽ 5 2 തവണ ഗുണിക്കുക. 5 × 5 25. അപ്പോൾ നമ്മുടെ ഗുണനക്രിയ കഴിഞ്ഞു. ഇവിടെ ഗുണിച്ചു, ഇതും ഗുണിച്ചെഴുതി. ഇനി നമുക്ക് കൂട്ടലും കുറയ്ക്കലുള്ളത്. അത് ഏത് ക്രിയ വേണമെങ്കിലും ആദ്യം ചെയ്യാം. നമുക്ക് ആദ്യം 36ഉം 6ഉം കൂട്ടാം. 36ഉം 6ഉം കൂട്ടിയാൽ 42, കുറയ്ക്കണം 25. 42 നിന്ന് 25 കുറച്ചാൽ ഉത്തരം 17. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? ഇത് 24/1/26 നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്കിതിൽ കാണേണ്ടത് വേഗതയാണ്. വേഗത കാണാനുള്ള സൂത്രവാക്യം ദൂരം ബൈ സമയം. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. ദൂരം ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 400 മീറ്റർ. അപ്പോൾ ദൂരത്തിന് പകരം 400 മീറ്റർ ബൈ സമയമോ 36 സെക്കൻഡ്. 400 മീറ്റർ ബൈ 36 സെക്കൻഡ്. നമുക്കിതിനെ അംശത്തിനെയും ഛേദത്തിനെയും 4 കൊണ്ട് ഹരിച്ചെഴുതാം, അല്ലെങ്കിൽ 4 കൊണ്ട് വെട്ടിച്ചുരുക്കാം. അപ്പോൾ മുകളിൽ 100 എന്ന് വരും, അടിയിൽ 9 4 36, 100/9, എന്നിട്ട് യൂണിറ്റോ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേഗത കിട്ടി 100/9 മീറ്റർ പെർ സെക്കൻഡ്. അതായത് എന്താ അർത്ഥം? ഒരു സെക്കൻഡിൽ 100/9 മീറ്റർ. ഒരു സെക്കൻഡിൽ 100/9 മീറ്റർ. നമ്മുടെ ചോദ്യം എന്താ? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാണ്. അപ്പോൾ ഇങ്ങനെയല്ല വേണ്ട, യൂണിറ്റ് ഇതല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആണല്ലോ. അപ്പോൾ ഈ വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആണെങ്കിൽ നമ്മളതിനെ 18/5 കൊണ്ട് ഗുണിച്ചാൽ അത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റായി മാറും. അപ്പോൾ വേഗത മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗതയെ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിലുള്ള വേഗതയാക്കാൻ നമ്മൾ ഗുണിക്കേണ്ട സംഖ്യയാണ്. ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താ? 18/5. അപ്പോൾ 18/5 കൊണ്ട് ഇതിനെ ഗുണിക്കുകയാണ്. 100/9 × 18/5. നമുക്കിതിൽ ഈ 9ഉം 18ഉം ഹരിക്കുമ്പോൾ 2 എന്ന് വരും. 9ഉം 18ഉം ഹരിക്കുമ്പോൾ 2. അതുപോലെ 100ഉം 5ഉം ഹരിക്കുമ്പോൾ 20 വരും. 100ഉം 5ഉം ഹരിക്കുമ്പോൾ 20. അപ്പോൾ നമുക്ക് 20 × 2 40 എന്നായി. ഇപ്പോൾ നമ്മൾ യൂണിറ്റ് ഇടേണ്ടത് കിലോമീറ്റർ പ്രതി മണിക്കൂർ നടണം. കിലോമീറ്റർ പ്രതി മണിക്കൂർ, അതായത് ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ. നമ്മുടെ ചോദ്യം നോക്കൂ. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? മണിക്കൂറിൽ എത്രയാണ്? 40 കിലോമീറ്റർ.